This is not a policy applicable to any specific country, nor indeed one only practiced by India. It is a general accepted principle in international relations. വിലങ്ങണിയിച്ച് നാടുകടത്തിയത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോളിന്റെ ഭാഗം. നിയമലംഘനം ഉണ്ടായിട്ടില്ല എന്ന് എസ് ജയശങ്കർ. കുട്ടികളെയും സ്ത്രീകളെയും വിലങ്ങണിയിച്ചിരുന്നില്ല എന്ന് വിദേശകാര്യ മന്ത്രിയുടെ വിശദീകരണം. തിരിച്ചെത്തിയവരുടെ മൊഴിയെടുത്തു. അമേരിക്കയുമായി നല്ല ബന്ധമാണ്. 2009 മുതൽ അനധികൃത കുടിയേറ്റക്കാരെ നാടു കടത്തുന്നത് പതിവ് പ്രക്രിയ ആണെന്ന് വ്യക്തമാക്കിയ എസ് ജയശങ്കർ ഓരോ വർഷത്തെയും കണക്കുകൾ സഭയിൽ വെച്ചു. Homeland Security Department data actually shows prior to 2014 their numbers, American numbers were actually close to 1,000. വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന തൃപ്തികരമല്ലെന്ന് വ്യക്തമാക്കിയ പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. എല്ലാം ഇന്ത്യയുടെ അറിവോടെയാണോ? എന്തുകൊണ്ട് ഇന്ത്യ ഒരു വിമാനം പോലും അയച്ചില്ല? നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏജന്റുമാരെ വിലക്കാൻ നടപടി എടുക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ. Illegal agents. Will the government do something to ensure that illegal agencies are busted? എങ്ങനെ എത്തിക്കണം, വിമാനം ഏത് ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമേരിക്കയുടെ ഇമിഗ്രേഷൻ വിഭാഗമാണ് എന്ന് മന്ത്രിയുടെ മറുപടി. മുൻകൂർ വിവരം ലഭിച്ചിരുന്നു. ഏജന്റുമാരെ കണ്ടെത്തുമെന്നും മറുപടി നൽകി. നിലവിലെ നാടുകടത്തൽ നടപടി അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസയെ ബാധിക്കില്ല എന്ന് മന്ത്രി ഉറപ്പു നൽകി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.